ആറ്റുകാൽ പൊങ്കാലയെ കുളമാക്കിയ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ വി രാജേഷും സംഘി ഭരണകൂടവും പരിവാരങ്ങളും അമ്പെ പരാജയമാണെന്ന് ഇവരുടെ തന്നെ PR വാർത്തകൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന മുൻനിര മാധ്യമങ്ങൾക്ക് പോലും ഏറ്റവും അവസാനം വാർത്തയായി തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു വി രാജേഷ് അടങ്ങുന്ന സംഘി ഭരണകൂടം അമ്പെ പരാജയമാണെന്ന്. പൊങ്കാലയ്ക്ക് ശേഷമുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ അതിവേഗ ശുചീകരണം ഇത്തവണ പാളി. വൈകിട്ടോടെ നഗരം മുഴുവൻ ശുചീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും രാത്രിയിലും ജീവനക്കാർ ജോലി തുടർന്നു. പൊങ്കാലയ്ക്ക് കൂടുതൽ തൊഴിലാളികളെ അടക്കം നിയോഗിച്ച് വലിയ ഒരുക്കങ്ങൾ നടത്തിയെന്ന് കോർപ്പറേഷൻ അവകാശപ്പെട്ടിരുന്നെങ്കിലും വാക്കിലൊതുങ്ങിയെന്നാണ് വിമർശനം. ആര്യ രാജേന്ദ്രന്റെ കീഴിൽ അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രൻ മേയറായിരുന്നപ്പോൾ എന്തെല്ലാം അപവാദങ്ങളും ദുഷ്പ്രചരണങ്ങളുമായിരുന്നു BJP പ്രവർത്തകരും ഈ പറയുന്ന വി രാജേഷ് അടങ്ങുന്ന BJPയുടെ മുതിർന്ന നേതാക്കന്മാരും മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നത്. ആര്യ രാജേന്ദ്രന്റെ ഭരണം മോശം, എത്രയും പെട്ടെന്ന് ആര്യ രാജേന്ദ്രനെ പുറന്തള്ളിയിട്ട് അവിടെ ഞങ്ങളെ കയറ്റി ഒന്ന് ഇരുത്തി നോക്കൂ, ഞങ്ങൾ നിങ്ങൾക്ക് സ്വർഗം കാട്ടിത്തരാമെന്ന്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തിയ സ്ത്രീകൾ, ഭക്തജനങ്ങൾ തൊളിയിൽ കൂടി നീന്തിയതാണോ മേയറെ സ്വർഗരാജ്യം? ഭക്തരായ സ്ത്രീകൾക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോലും പോകാൻ സാധിക്കാതിരുന്നതാണോ മേയറെ നിങ്ങൾ പറയുന്ന സ്വർഗരാജ്യം? ഈ പൊരിവെയിലത്ത് ഒരു തുള്ളി വെള്ളം ദാഹിച്ചപ്പോൾ കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ ഉണ്ടായതാണോ മേയറെ നിങ്ങൾ ഈ പറഞ്ഞ സ്വർഗരാജ്യം? സത്യത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ കാഴ്ചവെച്ച, ഇടതുപക്ഷ നഗരസഭയുടെ ഭരണകൂടം കാഴ്ചവെച്ച പ്രവർത്തനങ്ങളുടെ 1/7 അംശം പോലും നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അല്ലെങ്കിൽ അവർ ചെയ്തു വെച്ചുപോയ പ്രവർത്തനങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പോലും നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല. ഇതിൽ പരം ഒരു തോൽവി ഏറ്റുവാങ്ങിയ ഒരു നഗരസഭ അത് ഒരു പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായി കാണില്ല. അതിലുപരി ഈ ഭരണകൂടം ഇത്രയും വലിയ തോൽവിയായി മാറിയിട്ടും മറ്റുള്ള മാധ്യമങ്ങൾ ഇതുവരേക്കും വി രാജേഷിനെതിരെയോ മേയറായ വി രാജേഷിനെതിരെയോ വി രാജേഷിനെ ആ കസേരയിലേക്ക് പിടിച്ചിരുത്തിയ സംഘി നഗരസഭയ്ക്കെതിരെയോ ഒരക്ഷരം ഉരിയാടുവാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. കാര്യം ഗതികേടാണ്. ജനങ്ങൾ പോലും പ്രതികരിച്ചു തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായും വാർത്താ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തില്ലെങ്കിൽ ജനങ്ങൾ മാധ്യമങ്ങൾക്കെതിരെ തിരിയുമെന്നറിയാം. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ ശേഷം പോലും ആ തിരുവനന്തപുരം നഗരസഭയ്ക്കത്തുണ്ടായ വേസ്റ്റുകൾ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ അതിനെ ഇല്ലാതാക്കുവാൻ നമ്മുടെ BJP ഭരണകൂടത്തിന് മേയർ വി രാജേഷിന്റെ കീഴിലുള്ള പരിവാരങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നത് സത്യത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു സംഭവ വികാസമാണ്. ഈ ഒരു സംഭവം പോലും, അതും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് നാനാഭാഗത്തു നിന്നുള്ള ഭക്തജനങ്ങൾ, വിശ്വാസികൾ, സ്ത്രീകൾ ഒത്തുകൂടുന്ന ഒരു സംഗമ വേദിയാണ്. ആ വേദിയിൽ പോലും ഇത്രയ്ക്ക് മോശമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് യോഗ്യതയാണ് ഇനിയും മേയർ സ്ഥാനത്ത് തുടരുവാൻ വി രാജേഷിനുള്ളത് എന്നുള്ള ചോദ്യങ്ങൾ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടതാണ്. തിരുവനന്തപുരത്തിന്റെ മുക്കിലും മൂലയിലും വരെ വേസ്റ്റുകൾ കൂമ്പാരമായി കിടക്കുന്ന സാഹചര്യം. ഏറ്റവും ഒടുവിൽ ഉടായ്പ പരിപാടി കാണിച്ച് ഈ വേസ്റ്റുകളൊക്കെ ഒരു പറമ്പിൽ കൊണ്ടുപോയി, നഗരസഭയുടെ കീഴിൽ തന്നെയുള്ള ഒരു പറമ്പിൽ കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ശാരീരിക അസ്വസ്ഥതകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അതിന്റെ കണക്കുകൾ ഇനി വേറെയും വരാൻ കിടക്കുന്നു. ഇനി ഇതിൽ പകരം നിങ്ങളൊരു തോൽവിയാണെന്ന് പറയാൻ എന്ത് തെളിവുകളാണ് നിങ്ങൾക്ക് മുന്നിൽ വെക്കേണ്ടത്? ആര്യ രാജേന്ദ്രൻ മേയറായിരുന്നപ്പോൾ ആര്യ രാജേന്ദ്രനെ തൊട്ടതിനും പിടിച്ചതിനും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന BJP ഏറ്റവും അവസാനം ആര്യ രാജേന്ദ്രൻ ചെയ്തു വെച്ച പ്രവർത്തികൾ പോലും കോപ്പി അടിച്ച് അതിനെ തുടർന്ന് ചെയ്യണമെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെയൊക്കെ നിലവാരവുമെന്ന് ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾക്ക് നിങ്ങൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു. മാറാത്തത് മാറുമെന്നായിരുന്നു നിങ്ങളുടെ വാഗ്ദാനം. പക്ഷേ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് മാറാത്തതൊക്കെ മാറി. അതിലുപരി മാറ്റിക്കാനുള്ളിടത്തെല്ലാം തിരുവനന്തപുരം നഗരസഭയെ നിങ്ങൾ നാറ്റിച്ചു കഴിഞ്ഞു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പൊ ചർച്ചാ വിഷയം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സ്ത്രീകൾ അനുഭവിച്ച ദുരിതവും ബുദ്ധിമുട്ടുകളും മാത്രമാണ്. എന്തായാലും ശരി, വി രാജേഷ് എന്ന് പറയുന്ന സംഘി മേയർ, വി രാജേഷിന്റെ കീഴിലുള്ള സംഘി ഭരണകൂടം അമ്പെ പരാജയമാണെന്ന് ഈ നാട്ടിലെ മാധ്യമങ്ങൾ പോലും വാർത്തയായി കൊടുക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കുക. ഇനിയും വി രാജേഷിന് മേയറായി തുടരുവാനുള്ള യാതൊരു യോഗ്യതയുമില്ല. അതുപോലെ തന്നെ സംഘി ഭരണകൂടത്തിന്, തിരുവനന്തപുരം നഗരസഭയ്ക്കകത്തെ സംഘി ഭരണകൂടത്തിന് ഞങ്ങൾ ഈ നഗരസഭയെ ഭരിക്കുന്നു എന്ന് പറയുവാനുള്ള യോഗ്യത പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. കാര്യം അത്രത്തോളം തിരുവനന്തപുരം നഗരസഭയെ അധപ്പതിച്ച് കുളമാക്കി അലങ്കോലമാക്കി മാറ്റിയിരിക്കുകയാണ് മേയർ വി രാജേഷും സംഘി ഭരണകൂടവും.